റാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ അതിൻ്റെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഈ റാഷണൽ നമ്പേഴ്സ് നമ്മൾ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോഴും നമുക്ക് വെട്ടി കുറച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. മറ്റത്തിൻ്റെ കൂടെ പറയാതിരുന്നത് ഒന്നുകൂടി കൺഫ്യൂഷൻ ആവും. നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് മാത്രം പറഞ്ഞു പോവുക ചെയ്തത്. അപ്പോൾ നോക്കാം. 2/3 ഇൻറ്റു 5/2 എന്ന് നമ്മൾ ചെയ്യാൻ പോയാൽ നമ്മൾ പഠിച്ച മെത്തേഡ് അനുസരിച്ച് എന്താണ്, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 10/6. ഈ 10ഉം 6ഉം ഈവൻ നമ്പറാണ്. അപ്പോൾ രണ്ടിലും 2 ഇൻക്ലൂഡഡ് ആണല്ലേ. അപ്പോൾ നമുക്ക് 10നെ എന്തെഴുതാം? 10നെ നമുക്ക് 2 ഇൻറ്റു 5 എന്നും 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 2 ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്താണ്? 5/3 ആണ്. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ മൈൻഡിൽ ചെയ്താൽ മതി. ഇപ്പോൾ 6ൻ്റെ ഹാഫ് 3 ആണ്, 5ൻ്റെ ഹാഫ് 2 ആണ്, ദെൻ 5/3. ഇങ്ങനെ ഡയറക്റ്റ് ആൻസറിലോട്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണേ. ഇതല്ലെങ്കിൽ നമുക്കിത് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ 2/3 ഇൻറ്റു 5/2 2 ന്യൂമറേറ്ററിലാണ്, ഒരു 2 ഡിനോമിനേറ്റർ. ഡയറക്റ്റ് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയാൽ ആൻസർ 5/3 ഡയറക്റ്റ് എത്തും. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3/7 ഇൻറ്റു 49/2. അപ്പോൾ നമുക്ക് 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരാളാണല്ലോ 49. ഈ വെട്ടി ചെറുതാക്കാൻ നമുക്ക് ബേസായിട്ട് അറിയേണ്ടത് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അത് തെലങ്കും വിലങ്കും ചോദിച്ചാൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഇൻറ്റു 7 7 ആണ്, 7 ഇൻറ്റു 7 49 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 7/2 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 7 ഈസ് 21. ദെൻ ആൻസർ ഈസ് 21/2. ഇങ്ങനെയാണ് നമ്മൾ വെട്ടിച്ചെറുതാക്കുക. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്നുകൂടി സ്റ്റെപ്പ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3/7 ഇൻറ്റു 49/2 എന്നാണ്. അതിന് നമുക്ക് 3/7 ഇൻറ്റു 49നെ 7 ഇൻറ്റു 7/2 എന്ന് എഴുതാം. ഒരു 7ഉം ഒരു 7ഉം ഇവിടെ ക്യാൻസൽ ആവും. ബാക്കിയുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. 2/9 ഇൻറ്റു 3/12. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ 2ഉം 12ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 6 ആണല്ലോ 12. അപ്പോൾ ഇവിടെ 6 വരും. 2 ക്യാൻസലായി. പിന്നെ 3ഉം 9ഉം ഇപ്പോൾ ഇവിടെ 3 ഇൻറ്റു 3 ആണ്. അപ്പോൾ ഒരു 3ഉം 3ഉം ക്യാൻസൽ ആയി. ഇവിടെ ഒരു 3 റിമൈൻ ചെയ്യും. ദെൻ 1/18 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ 3/12ന് ഇവിടെ തന്നെ നമുക്ക് 1/4 എന്ന് എഴുതാൻ പറ്റും. 3ഉം 4 ഇൻറ്റു 3 ആണല്ലോ 12. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ എഴുതാൻ പറ്റും? ഒന്നെങ്കിൽ 2/9 ഇൻറ്റു 1/4 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 9 ഈസ് 36. അപ്പോൾ 2ഉം 36 ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ 2ൻ്റെ ഹാഫ് എടുത്താൽ അത് 1 ആണ്. 36ൻ്റെ ഹാഫ് എന്താണ്? 18 ആണ്. അപ്പോൾ 1/18. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വെട്ടി കുറച്ചിട്ട് ഡയറക്റ്റായിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 3 ചെയ്യുക ഡിവൈഡ് ബൈ 9 ഇൻറ്റു 12. അത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ പിന്നെയും നമ്മൾ അതിനെ ചെറുതാക്കാൻ നിൽക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ വെട്ടി കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിനും കുറേ ടൈം പോവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പോൾ 4/10 ഇൻറ്റു 5/16. 1 ഇൻറ്റു 4 4 ആൻഡ് 4 ഇൻറ്റു 4 16. അപ്പോൾ ഒരു 4 ഇവിടെ ക്യാൻസൽ ചെയ്തു, ബാക്കി ഒരു 4 ഇവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? 1 5 5 2 5 10. അപ്പോൾ ഒരു 5 ഇവിടെ ക്യാൻസൽ ചെയ്തു, ബാക്കി 2 ഉണ്ടാവും. അപ്പോൾ ആൻസർ എന്തായിട്ട് മാറും? 1/2 ഇൻറ്റു 4 ആണ് ലാസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1/8 എന്ന് വരും. ഇത് സ്റ്റെപ്പായിട്ട് എഴുതാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. 4/10 ഇൻറ്റു 5/16 ആണ്. ഇതിന് നമുക്ക് എന്തെഴുതാം? 4/2 ഇൻറ്റു 5 ആണ് 10 ഇൻറ്റു 5/4 ഇൻറ്റു 4 ആണ് 16 അല്ലേ? അപ്പോൾ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്തു, ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്തു. പിന്നെ ന്യൂമറേറ്ററിൽ ഒന്നുമില്ല. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ളത് 2ഉം 4ഉം അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 1/8. അത്രയേ ഉള്ളൂ. കുറേ പേര് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം നമുക്കിങ്ങനെ വെട്ടിച്ചെറുതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യനായിട്ടൊക്കെ നമുക്കിങ്ങനെ ഫ്രാക്ഷനൊക്കെ വരും. ഹയർ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഈ ഫിസിക്സിലാണെങ്കിലും മാത്സിലാണെങ്കിലും ഒക്കെ ലാസ്റ്റ് ഇങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ ഫ്രാക്ഷനായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിൽ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഡിവിഷൻ്റെ കേസും സെയിം മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് പറയുകയാണ് 1/2 ഡിവൈഡഡ് ബൈ 3/2 ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യണത്, അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 1/2 നമ്മൾ ഡിവൈഡഡ് ബൈ 3/2 ആണെങ്കിൽ ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 2/3, എന്നിട്ട് 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു 1/3. ഓക്കെ ആണോ?
ഓക്കെ അല്ലേ? ഡിനോമിനേറ്ററിൽ ഏതാണ് വരുന്നത് അത് തന്നെയാണ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കേണ്ടത്. ഫസ്റ്റത്തേൻ്റെ കയറി റെസിപ്രോക്കൽ എടുക്കരുത് കേട്ടോ. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 4/5 ഡിവൈഡഡ് ബൈ 6/10 ആണെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ മതി, ഇതിൻ്റെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുക. ദാറ്റ്സ് ഈക്വൽ ടു 4/5 ഇൻറ്റു എന്താണ് 10/6 ആണ്. അപ്പോൾ ഇവിടെ 5ഉം 10 വെട്ടിപ്പോകും, ഇവിടെ ഒരു 5 റിമൈൻ ചെയ്യും. 5 ആണോ റിമൈൻ ചെയ്യുക? അങ്ങനെ അബദ്ധം പറ്റരുത്. ഇവിടെ 2 ആണ് റിമൈൻ ചെയ്യുക. 5ഉം 5 വെട്ടിപ്പോയില്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് 2 വരും, ഇവിടെ നമുക്ക് 3 വരും. ഓക്കെ ആണല്ലോ? 2 ഇൻറ്റു 2ഉം 2 ഇൻറ്റു 3യിലും 2 ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് എന്താ വരുന്നത്? 2 ഇൻറ്റു ഒന്നുകൂടി ചെയ്തുതരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 4/5 ഡിവൈഡഡ് ബൈ 6/10 നോക്കുക. അപ്പോൾ നമ്മൾ 4/5 ഇൻറ്റു 10/6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഈക്വൽ ടു നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എഴുതാം. 10നെ നമുക്ക് 2 ഇൻറ്റു 5 എന്ന് എഴുതാം. അപ്പോൾ ഈ 5ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി പിന്നെ അതുപോലെ തന്നെ 4ൻ്റെ ഹാഫ് എടുത്താൽ 2 കിട്ടും, 6ൻ്റെ ഹാഫ് എടുത്താൽ 3 കിട്ടും. അതിൽ രണ്ടിലും 2 പോവും. റിമൈനിങ് ഉള്ളത് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു 4/3. ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ 4ഉം 10ഉം ആണ്. അപ്പോൾ 4 ഇൻറ്റു 10 40 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 6 ദാറ്റ്സ് ഈക്വൽ ടു 30. 0 ക്യാൻസൽ ചെയ്തു 4/3. ഇത് സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ എല്ലാതും ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ കിട്ടത്തില്ല. പകരം വെട്ടി കുറച്ചാൽ ഒന്നും കൂടെ സിമ്പിളായിരിക്കും. ഓക്കെ അല്ലേ?